നമസ്കാരം. ഫൈനലി നമ്മൾ നിഫ്റ്റി എന്ന് പറയുന്ന അതിഭീകരനായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ സിമ്പിളായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റിൻ്റെ നോർമലായിട്ടുള്ള കൂടെ പോകുക എന്നുള്ളതാണ്. ഐ ആം വെരി ഹാപ്പി. കാരണം അത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മുമ്പ്, അതായത് ആദ്യം ഇതിപ്പോൾ ഓണമല്ലേ, ഈ ഓണം കഴിഞ്ഞ് ഏകദേശം നെക്സ്റ്റ് മന്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പ്രശ്നത്തിൽ മുഴുവൻ ഒന്ന് ചാടിയത്. അപ്പോൾ ഏകദേശം ഒരു കൊല്ലാണ് കേട്ടോ, ഇപ്പോൾ 12 months. അങ്ങനെ ആ ഓണം വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ചാടി കയറി മുകളിൽ തന്നെ കുത്തിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ സംഭവിക്കില്ല എന്നുള്ള കാര്യം 100% ഗ്യാരണ്ടീഡ്. അതൊന്ന്. പിന്നെ നമ്മൾ പറയാൻ വന്നത്, നമ്മൾ ഈ ഇൻസ്ട്രുമെൻ്റ് കൈകാര്യം ചെയ്യുമ്പോഴേ ആദ്യം നമ്മൾ ചെയ്തിരുന്നത് മോർണിംഗിൽ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഡേയിൽ ഒരു ട്രേഡ് കൊടുക്കുള്ളൂ. ആ ഒരു ട്രേഡ് നമുക്ക് സ്റ്റോപ്പ് ആവുകയെ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ച് ലോസിൽ പോയാലാണ് 1, 2, 3 3 മാക്സിമം. ഒന്ന് ചെയ്ത് നോക്കും, ഒരു 10-12 പോയിന്റ് ലോസ് എടുക്കും. അടുത്ത് ചെയ്ത് നോക്കും, അതും ഒരു 10 പോയിന്റ് ലോസ് ആയാൽ ഓക്കെ 22. അടുത്ത് എടുക്കും, ഒരു 40 പോയിന്റ് അകത്തൊരു ലോസ് ആക്സെപ്റ്റ് ചെയ്യും ഒരു ദിവസം മാക്സിമം കേസ്. പിന്നെ നമുക്ക് കളിക്കില്ല, ഒഴിവാക്കും. കഴിഞ്ഞ മാസം, അതിൻ്റെ മുമ്പത്തെ മാസമൊക്കെ മാർക്കറ്റ് വളരെ മോശമാണ് അല്ലേ? എല്ലാവർക്കും അറിയാതെ ഭയങ്കര പാടാണ്. പല ആളുകളും ഇന്ത്യൻ മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് അവസാനിപ്പിച്ചു. ഫോറക്സ്, ക്രിപ്റ്റോ, അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭീകരമായിട്ടുള്ള ട്രേഡേഴ്സ് തന്നെ നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റ് അവസാനിപ്പിച്ചിട്ട് US മാർക്കറ്റിലേക്ക് മാറി തുടങ്ങി. സ്റ്റിൽ നമ്മളിവിടെ മാർക്കറ്റിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ്. മോർണിംഗ് 9 to 3:30 ഫുൾ സ്ക്രീനാണ്, ഫുൾ ലൈവാണ്, ഫുൾ അപ്ഡേറ്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ നിഫ്റ്റി ഇനി അടുത്തൊരു വർഷം കൂടി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നിഫ്റ്റി നമ്മളെ സംബന്ധിച്ച് ദാറ്റ്സ് അവർ ടാർഗറ്റ് ആൻഡ് വിൽ മേക്ക് ഇറ്റ്. അതിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെ കൂടെ മുമ്പ് അക്കൗണ്ട് ഹാൻഡ്ലിങ്ങിൽ അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്ന ക്യാപിറ്റൽ 5 ലക്ഷമാണ്. ആ ക്യാപിറ്റൽ നമ്മൾ ഒറ്റയടിക്ക് സ്ലാഷ് ചെയ്തു. 1 ലക്ഷം രൂപ മതി, 1 lakh. 2 ലക്ഷം രൂപ ക്യാപിറ്റൽ വേണം. ഇൻ കേസ് ഇന്നിപ്പോൾ ഒരു 2000 രൂപ ലോസ് ആയെങ്കിൽ ആ 2000 രൂപ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്ത് തരണം. എപ്പോഴും 1 lakh ക്യാപിറ്റൽ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രോഫിറ്റ്സ് കൂടുന്തോറും ആ പ്രോഫിറ്റ്സ് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ലോട്ട് സൈസ് ഇനീഷ്യൽ സ്റ്റാർട്ടിങ് 2 ആണ്. 2 അത് ഓരോ ലോട്ട് വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇനീഷ്യൽ ക്യാപിറ്റലിൽ ഇപ്പോൾ ഫസ്റ്റ് മന്ത് ലോസിൽ പോയി, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇതുവരെ ഒക്കെയാണ് മാർക്കറ്റല്ലേ. ഫസ്റ്റ് മന്ത് ലോസിൽ പോയി ഒരു 10,000 രൂപ ലോസ് വന്നാൽ ആ 10,000 രൂപയിൽ കയറ്റി വയ്ക്കാനുള്ള കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു 1 ലക്ഷം രൂപ എക്സ്ട്രാ കാണണം. അക്കൗണ്ടിൽ 1 മതി. ഇൻ യുവർ ഹാൻഡ് 1 lakh, ഒരു എക്സ്ട്രാ, ഒരു ബഫർ. മനസ്സിലായില്ലേ? സിമ്പിൾ പരിപാടി. നിങ്ങൾ ഭയങ്കര ബിസിയാണ്, തിരക്കാണ്, ആകെ സീനാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല. വി ആർ ടു ഡു ദാറ്റ്. സിമ്പിൾ. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഈ സാധനം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ 1 ലക്ഷം രൂപ പോയാൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകൾ വന്നാൽ മതി. മനസ്സിലായില്ലേ? പിന്നെ ഒരു മാസം ഇങ്ങോട്ട് ആകുമ്പോഴേക്കും അയ്യോ ഒന്നും പറഞ്ഞ് വേളം നിൽക്കണ്ട. ഇറ്റ്സ് എ ട്രേഡിങ്. ഇതുവരെ ഒക്കെയാണ്, യാതൊരു കുഴപ്പമില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, ദൈവത്തിൻ്റെ കയ്യിലാണ്. എന്തായാലും 99% ഞാൻ കോൺഫിഡൻ്റ് ആണ്, യാതൊരു കുഴപ്പമില്ല. 99 100% ഞാൻ കോൺഫിഡൻ്റ് ആണ്, യാതൊരു ഇഷ്യൂസും വരില്ല, ഒരു പക്ഷത്തിലേക്കും പോയില്ല, ഗ്യാരൻറ്റീഡ്. മനസ്സിലായില്ലേ? പിന്നൊക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ, നമ്മൾ അഹങ്കാരം പറയരുതല്ലോ. മനസ്സിലായില്ലേ? ഒന്നും നിഫ്റ്റിയൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റില്ല അറിഞ്ഞിട്ട് ഒഴിവാക്കിയ സാധനങ്ങളാണ്. ആൻഡ് റൈറ്റ് നൗ ഇത്രയും സിമ്പിളായിട്ട് ആ സാധനം ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലേക്ക് എത്തിക്കിട്ടെങ്കിൽ അത് സർവ്വശക്തൻ്റെ അനുഗ്രഹമാണ്, വേറെ ഒന്നുമല്ല. മനസ്സിലായില്ലേ? ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നു പോയെങ്കിലും ആൻഡ് ഫൈനലി ഗേവ് us that. വെരി ഹാപ്പി. അപ്പോൾ എല്ലാതും അക്കൗണ്ട് ഹാൻഡ്ലിങ്, നമ്പേഴ്സ്, എവറിത്തിങ് എല്ലാതും ഉണ്ട്. ചിലർ ചോദിച്ചത് നിങ്ങൾ ഭയങ്കരമായിട്ട് എന്താ പറയുക ഡൗൺ ടു എർത്ത് ആയല്ലോ, എന്താ പറ്റിയേ? പിന്നെ പൊളിവിൻ്റെ പക്കത്തെത്തുമ്പോൾ പിന്നെ അവിടെ എന്ത് പറയാനാ? മനസ്സിലായില്ലേ? നമുക്ക് മനസ്സിലാവില്ലേ എന്താ ചെയ്യണം? മാർക്കറ്റ് പിടികിട്ടില്ല, ചെയ്യാൻ പറ്റില്ല. ഇത് എന്തിട്ടിപ്പോൾ ഞാൻ കാണിക്കാതെ ചോദിക്കുമ്പോൾ അവിടെ എയർ പിടിച്ചിട്ട് കാര്യമില്ല.
പിന്നെ എയർ പിടിക്കാൻ നേരില്ല. റൈറ്റ് റോക്ക്. ഇപ്പം നമ്മൾ ബാക്ക് ടു നോർമലാണ്, എല്ലാം കറക്റ്റാണ്. നമുക്ക് മനസ്സിലാവാത്ത പ്രശ്നമില്ല. നിഫ്റ്റി എങ്ങടാ പോകണമെന്നുള്ള പ്രശ്നമില്ല. കാലത്ത് നാളെ ഇപ്പോൾ തിങ്കളാഴ്ച, ഇതിപ്പോൾ ഞായറാഴ്ച നൈറ്റിൽ എടുക്കുന്ന വീഡിയോ, നാളെ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആവുന്നുണ്ട്. മുകളിൽ ഓപ്പൺ ചെയ്യാം, താഴെ ഓപ്പൺ ചെയ്യാം. ട്രംപോടെ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്, താരിഫ് കയറിയിട്ടുണ്ട്, അവിടെയൊക്കെ ആകെ പ്രശ്നങ്ങളുണ്ട്. എക്സ്റ്റേണൽ എൻവറോൺമെന്റ് ആകെ പ്രശ്നമാണ്. മനസ്സിലായില്ലേ? റുപ്പി ഡോളർ അതിന്റെ പാരിറ്റി ഡിഫറൻ്റ് ആണ്, എല്ലാം പ്രശ്നമാണ്, എല്ലായിടത്തും പ്രോബ്ലമാണ്. അപ്പം എന്ത് വേണമെങ്കിൽ സംഭവിക്കാം മാർക്കറ്റിൽ. ബട്ട് സ്റ്റിൽ നമുക്കത് വിഷയമുള്ള കാര്യമില്ല ഭായി, പണി അറിയാം അതന്നെ. മനസ്സിലായില്ലേ? സിമ്പിൾ. അപ്പൊ പിന്നെ കുറച്ച് ആൾക്കാരായി കൂടെ, അത് നോർമലല്ലേ. പിന്നെ അത് നമ്മളെ നോർമലി നമ്മളൊരു സ്വഭാവത്തിന്റെ ഭാഗമാണത്. അപ്പൊ നമ്മൾ ആ പൊളിവിൻ്റെ ഒക്കെ ആയതുകൊണ്ട് എടുത്താണത്, അല്ലാണ്ട് നമ്മൾ പേഴ്സണലി നമ്മുടെ സ്വഭാവത്തിൽ DNA മാറ്റൊന്നുമില്ല. അപ്പൊ പറഞ്ഞ മാതിരി ഓക്കെ. അപ്പൊ ഞാൻ അടുത്ത ഒരു ഓണാകുമ്പോഴേക്കും ഈ 2 ലോട്ടിൽ നിന്നുള്ളത് കൂടെ നിൽക്കുന്ന ആളുകളുടെ 10 ലോട്ടിലേക്ക് ചെയ്യുന്ന കപ്പാസിറ്റിയിലേക്ക് അവരെ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് എടുത്ത് നമ്മൾ വളർത്തും. അത് ഗ്യാരണ്ടിയാണ്, യാതൊരു പ്രശ്നവുമില്ല. കാരണം ഇങ്ങനെ ഇങ്ങോട്ട് പോയാൽ മതി. സിംപ്ലി കോമ്പൗണ്ടിങ് അത് 10 to 25ലേക്കൊക്കെ അത് പോകാനുള്ള സാധ്യതകളുണ്ട്. 10 എന്തായാലും ഒരു 7 to 5, 5 to 7, 10 ആ റേഞ്ചിലേക്ക് എന്തായാലും പോകുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പം എന്തായാലും സംഭവിക്കും, മനസ്സിലായി. അപ്പം എത്ര ഇരട്ടി ക്യാപിറ്റൽ മാറുന്നുള്ളത് നിങ്ങൾ തിരിച്ചാൽ മതി. എന്തായാലും ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഇത്രയും സ്പീഡിൽ ഇത്രയും ഈസിയായി നിഫ്റ്റി എത്തും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അതന്നെ വലിയൊരു ഭാഗ്യമാണ്. എനി കൈൻഡ് ഓഫ് മാർക്കറ്റ് വി ആർ ഗോയിങ് ടു ഹാൻഡിൽ. അപ്പോൾ പറഞ്ഞ മാതിരി ബൈ ബൈ.